ഹായ് എവരിവൺ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു ബർത്ത്ഡേ കാർഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബർത്ത്ഡേ കാർഡാണ്. നമുക്ക് വരയ്ക്കുകയോ പടം വരയ്ക്കുകയോ ഒന്നും വേണ്ട. ആദ്യമായിട്ട് കുറച്ച് പെയിൻറ്റുകൾ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കളേഴ്സ് എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സ് എല്ലാം എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തലങ്ങും വിലങ്ങും വരയ്ക്കുക. അതിനകത്ത് മെയിനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ തട്ട് ചെറുതായിരിക്കണം, പിന്നെ രണ്ടാമത്തെ തട്ട്, മൂന്നാമത്തെ തട്ട്, അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ അത്ര തട്ടുകൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പേപ്പർ എടുത്ത് മടക്കി അതിൻ്റെ തൊട്ട് മേലിൽ വെച്ചിട്ട് താഴത്തോട്ട് ഒറ്റയൊരു വലി. പതുക്കെ നോക്കി വരയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്നെപ്പോലെ ഇടയ്ക്ക് സൈഡൊക്കെ പോയി എന്നിരിക്കും. അത് കഴിഞ്ഞ് അപ്പോൾ ഇവിടെ നമ്മുടെ ബർത്ത്ഡേ കേക്കിൻ്റെ പടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് കുറച്ച് അലങ്കോലപ്പണികളൊക്കെ കുറച്ചും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് കളർഫുൾ ഗ്ലിറ്റേഴ്സൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് മെയിനായിട്ട് ഗ്ലിറ്റർ ഗ്ലൂ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഞാനത് എല്ലാം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ചും കൂടി ഒരു കളർഫുള്ളാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. യെല്ലോ കളർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു ഒരു 8 ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ സെറ്റാവുള്ളതെന്ന് തോന്നുന്നു. അപ്പം അത് എടുത്തിട്ടായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ അതിനകത്തുനിന്ന് മെയിനായിട്ടും യെല്ലോയും ഗ്രീനും ബ്ലൂവും അതുപോലെ തന്നെ പിങ്കുമാണ് യൂസ് ചെയ്തത്. അപ്പം ഞാൻ കുറച്ച് എല്ലാ ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാനത് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് അപ്പോൾ എനിക്ക് തോന്നി മെയിനായിട്ട് എന്തോ ഒരു കുറവുള്ള പോലെ. അപ്പം ഞാനതിൻ്റെ സൈഡുകളിലേക്കൂടെയൊക്കെ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിനകത്ത് നമ്മുടെ മെഴുകുതിരിയുടെ ഷേപ്പിൽ അപ്പോൾ എന്നത് കത്തുന്ന പോലെ തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനകത്ത് തിരി പോലെയായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ചും കൂടി ഒന്ന് ബോർഡർ ഒന്ന് സെറ്റാക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരു എന്താ പറയുക, ഒരു സിൽവർ കളറിലുള്ള ഒരു ഗ്ലിറ്റർ ഷെയ്ഡിലുള്ള മെറ്റാലിക് ആയിട്ടുള്ള ഒരു മാർക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് അതിന് ബോർഡർ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്, അതിനെ ഫുൾ കവർ ചെയ്തുകൊണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ഭംഗിയായിട്ടുണ്ട് കേട്ടോ അന്നേരം. അപ്പോൾ ഇവിടെ ബർത്ത്ഡേ കേക്കിൻ്റെ പടമെല്ലാം റെഡി ആയിട്ടുണ്ട്. അത് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വേണ്ടത്, നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ഒരു കോട്ട് വേണം. അപ്പോൾ അതും കൂടി ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതിന് മുകളിലായിട്ട് അപ്പം ഞാൻ ചെറുതായിട്ട് ഒരു എന്താ പറയുക, പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൂടെ അപ്പം കളർ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ ചെറിയ ബ്രഷ് പെൻസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് ബ്രഷ് പെൻസിൻ്റെ കളർ വെച്ചിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് കുറച്ചൊന്ന് കളർഫുള്ളായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് ബോർഡർ ലെറ്റേഴ്സ് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെറ്റേഴ്സിൻ്റെ മുകളിൽ കുറച്ച് അലങ്കോലപ്പണികളും കൂടെ നമുക്ക് വരുത്തണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് എങ്ങനെയാകും, അത് ഭംഗി ഉണ്ടാകുമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ചെയ്ത് നോക്കാം. ഭംഗിയുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. അപ്പം ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അത് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിന് ഡിഫറെൻറ്റ് കളറുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ടില്ലേ. ബ്രഷ് പെൻ യൂസ് ചെയ്ത് ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ഒന്ന് കളറാക്കണം, ഒന്ന് ബോർഡർ പോലെ എഴുതി കൊടുക്കാമെന്ന്, എന്നാലേ കുറച്ചും കൂടി ഒന്ന് എടുത്ത് കാണത്തുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്നാൽ പിന്നെ എൻ്റെ കയ്യിലൊരു ബ്ലാക്കിൻ്റെ ഇങ്കിരിപ്പുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ പുറത്തോട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള എൻ്റെ മുകളിലൂടെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി എന്താ പറയുക, തെളിഞ്ഞ് കാണാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിന് അറ്റത്തായിട്ടൊരു ഹാർട്ടും കൂടെ വരച്ചു കൊടുത്തു. അപ്പോൾ ഈ ഹാർട്ടെല്ലാം വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, ഒന്ന് കുറച്ചും കൂടി ഗ്ലിറ്ററി ഷെയ്ഡാകണം എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തത്, എൻ്റെ കയ്യിലൊരു ഗോൾഡൻ കളറിലുള്ള മെറ്റാലിക് ഗ്ലിറ്ററി ഷെയ്ഡിലുള്ള ഒരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഇങ്ക് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി അതിന് മുകളിലൂടെയും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാ അലങ്കോലപ്പണികളും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഹാർട്ട് ഷേപ്പുകളും കൂടി അതിന് മുകളിൽ നിന്ന് വരച്ചു കൊടുക്കുക. ഹാർട്ട് ഷേപ്പും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ഹാർട്ട് ഷേപ്പും കൂടെ വരച്ച് കഴിഞ്ഞപ്പം അത് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാർട്ട് ഷേപ്പും കാര്യങ്ങളെല്ലാം വരച്ച് കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്തത്, അതിന് മുകളിലൂടെ ഒരു ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് ഹാർട്ട് ഷേപ്പുകളുടെ മുകളിലൂടെ ഒന്നുകൂടി വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ കാർഡിൻ്റെ ഫ്രണ്ട് പേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബർത്ത്ഡേ കാർഡ് നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണം, നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.